ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു മുട്ട അവിയൽ ഉണ്ടാക്കാം. അപ്പോൾ മുട്ട അവിയലിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതാ കണ്ടോ. ഇത് ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. പണ്ട് എൻ്റെ അമ്മൂമ്മയും അമ്മയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ ചേർത്താണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇന്നെല്ലാം ചിലരൊന്നും മുട്ട അവിയലിന് മുട്ട മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ പണ്ടത്തെ കാലത്ത് എങ്ങനെയൊക്കെ വെച്ചാൽ മുട്ട അവിയലിൻ്റെ കൂടെ ഈ ഐറ്റങ്ങളൊക്കെ ഇടും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ മുട്ട കുറവായതുകൊണ്ട് എല്ലാവർക്കും കൂടി കുറച്ച് ആൾക്കാരും കൂടുതൽ കാണുമല്ലോ, അതുകൊണ്ടാണെന്നറിയില്ല. എന്തായാലും ആ പാചകം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ്, ഉള്ളി, പച്ചമുളക് ഇത്രയും എൻ്റെ ഉള്ളൂ. ഉള്ളി ചിലരിടാറില്ല കേട്ടോ, ഇട്ടില്ലേലും കുഴപ്പമില്ല. പിന്നെന്താ, മുരിങ്ങയ്ക്ക കൂടി വേണമായിരുന്നു. മുരിങ്ങയ്ക്കയും ഉരുളക്കിഴങ്ങും മുട്ടയും കൂടെയാണ് അവിയൽ സാധാരണ വയ്ക്കാറ്. ഇന്ന് ഞാനിതിൽ ഉള്ളിയും പച്ചമുളകും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുമൊക്കെ അവർ ആഡ് ചെയ്യാറുണ്ട്. ഓരോ ദിവസവും ഓരോ റെസിപ്പിയിലൊക്കെ അവരൊക്കെ ചെയ്തോളും. അപ്പോൾ ഇന്ന് നമ്മുടെ മുട്ടക്കറി എന്ന് പറയുമ്പോൾ മുട്ടക്കറിയല്ല, മുട്ട അവിയൽ. ഇത് ഇങ്ങനെയാണ് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ കൂട്ട്. ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം നല്ല ഈ ഒഴിക്കാൻ വയ്ക്കുമ്പോഴുള്ള അരപ്പ് വേണ്ട, കുറച്ച് തരിതരായിരിക്കണം. പിന്നെ അതിൽ ചേർത്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മുടെ ജീരകം. ഇത്രയും മാത്രമേ ഇതിൽ അരച്ചിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, ഈ ഒരു കളർ മതി. അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മുട്ട എടുത്ത് അങ്ങോട്ട് മാറ്റാം. മാറ്റിയിട്ട് ഇതിലോട്ട് നമുക്ക് ഈ കൂട്ട് അങ്ങോട്ട് ഒഴിച്ചെടുക്കാം. കണ്ടോ, കൂട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി ലേശം വെള്ളം കൂടി വേണം നമുക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും ഉരുളക്കിഴങ്ങ് വേവാനുള്ള വെള്ളം വേണമല്ലോ. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. സെറ്റായോ നോക്കട്ടെ. കുറച്ചും കൂടി വെള്ളം വേണ്ടി വരില്ലേ നമുക്ക്. അത് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടണ്ടേ. മതിയാവും. അപ്പോൾ നമ്മളിതാ ഇതിനെ എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി പച്ചമുളക് ഇടാം. ഞാൻ 2 എണ്ണം ഇട്ടിട്ടുള്ളൂ. പിന്നെ മുളക് പൊടി കുറച്ചും കൂടി വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇതാ അടുപ്പത്തോട്ട് വയ്ക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളറും എല്ലാം. വെച്ച് കൊടുക്കാം. ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് അടച്ചും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് വെന്തിട്ട് വരാം കേട്ടോ. ഇവിടെ നല്ല തിളച്ച് തുടങ്ങിയപ്പോൾ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വെന്ത് സെറ്റാവട്ടെ. ഈ വെള്ളം ഇത്രയൊന്നും വേണ്ടല്ലോ, കറിവേപ്പില ഇടാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വന്നത്. നമുക്ക് നോക്കാം. കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുട്ടയും കൂടെ കിടക്കി ബാക്കി വെന്തപ്പം മതി. ഉരുളക്കിഴങ്ങ് ഏതാണ്ട് വേവാറായിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ശരി, ഉരുളക്കിഴങ്ങ് വേവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താ മുട്ട കൊണ്ട് ഇട്ട് കൊടുക്കാം. മുട്ട കട്ട് ചെയ്തതിന് വെച്ചിട്ടുണ്ട്. ഈ മുട്ടയും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, പൊടിയാതെ വെച്ചാൽ കൊള്ളാം, സ്വന്തമായിരിക്കും. അതിങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കിയിട്ട് അങ്ങോട്ട് അടിയിലോട്ട് വെച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ ഇങ്ങനെ. അപ്പം മുട്ടയിൽ നല്ല ഉപ്പും നല്ല ഉരുളക്കിഴങ്ങിൻ്റെ ആ ഫ്ലേവറൊക്കെ പിടിക്കും കേട്ടോ. ഇങ്ങനെ സെറ്റായിരിക്കട്ടെ. കണ്ടോ,
ഇനി അങ്ങനെ ഇരുന്ന് വേവട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം.